നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്ക, എന്താ ഇവിടെ ഒന്ന് തനിച്ചിരിക്കുന്നേ? ഒറ്റപ്പെട്ടു പോയ പിന്നെ അങ്ങനല്ലേ പറ്റൂ. നീ കുറച്ചുകൂടി സാമർഥ്യമുള്ളവളാണെന്നാ ഞാൻ കരുതിയത്. പറഞ്ഞിട്ടെന്താ, ചേച്ചിയെ നിയന്ത്രിക്കാനും പറ്റിയില്ല, ഭർത്താവിനെ പറഞ്ഞു നിർത്താനും പറ്റിയില്ല. അല്ല, നിന്റെ സ്ഥാനത്ത് ആരായാലും സങ്കടം ഉണ്ടാവും. ഏട്ടത്തിക്ക് ഇപ്പൊ എന്താ വേണ്ട? എന്നെ പരിഹസിക്കണോ? ഇപ്പൊ എന്തായാലും എന്റെ മനസ്സിൽ ആ ഉദ്ദേശമല്ല. എനിക്ക് നിന്നോട് സഹതാപമാ തോന്നുന്നത്. ഓ, നീ എത്രയോ ആഗ്രഹിച്ച സ്ഥാനം, നിന്റെ സ്ഥാനത്ത് ഇപ്പൊ പൂജയിൽ പങ്കെടുക്കുന്നതും മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നതും ഒക്കെ അവളാ, ആ രാധിക. പ്രിയങ്ക, നീ എന്നോട് ദേഷ്യപ്പെട്ട് പോണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നോ. ഇന്ന് സിനിമയുടെ പൂജ മാത്രമല്ലേ നടന്നുള്ളൂ, ഷൂട്ടിംഗ് അല്ലല്ലോ. എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് പറ. ഇന്ന് പൂജ മാത്രമേ ഉള്ളൂ. എന്തായാലും അത് കഴിയട്ടെ. ഈ സിനിമ അവൾ അഭിനയിച്ച് തീർക്കില്ല, അത് ഞാൻ നിനക്ക് വാക്കുതരാം. എങ്ങനെ? അത് ചെന്നിരുന്ന് ആലോചിക്കണം. മുടക്കണമെന്നൊരു തീരുമാനം എടുത്താ അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിയിലും അത് മുടക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് ആസിഡ് വാങ്ങിച്ച് അവളുടെ മുഖത്തൊഴിക്കണം. പൊള്ളി വികൃതമായ മുഖം വെച്ച് പിന്നെ അവള് പോവില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ. അതിലുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ഈ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് നമ്മൾ പരസ്പരം മത്സരിച്ചാലും ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റ മനസ്സായിരിക്കണം. അവളെ നമ്മൾ പൂട്ടും. ഏട്ടത്തെ ഞാൻ വിശ്വസിക്കാം. എന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. അറിയാലോ നിനക്ക്, അവളെ അനുജത്തിന്ന് വിളിച്ച സൂര്യ എന്റെ കരണം പുകച്ചത്. ജാതിയെ കൊന്നു കളഞ്ഞാ പോലും എനിക്ക് ആ ദേഷ്യം തീരില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. എന്റെ ചേച്ചി അഭിനയിച്ച സിനിമ പൂർത്തിയാവുന്നത് എനിക്കൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.